പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും ഒരുപോലെ അനുഭവിച്ചറിയുന്ന സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. അവിടുന്ന് തൻ്റെ കാരുണ്യത്താൽ മനുഷ്യകുലത്തെ വീണ്ടും രക്ഷിച്ചു. അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമാണ്. സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് കരുണ നമ്മിൽ ഉണ്ടാവുന്നത് എന്നും, അല്ല എങ്കിൽ കാരുണ്യം അതിൻ്റെ മൂർത്തിഭാവത്തിലെത്തുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് രണ്ടും അതുപോലെ പറയാൻ പറ്റും. അതുപോലെ ഇഴകിച്ചേർന്ന് നിൽക്കുന്ന രണ്ട് ദൈവത്തിൻ്റെ കൃപകളാണ് ദൈവിക സ്നേഹവും ദൈവിക കരുണയും. അതിനെ നമുക്ക് വേർപെടുത്തി കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ കരുണ എന്ന് പറയുന്നതും സ്നേഹമെന്ന് പറയുന്നതും ഒരു വികാരമല്ല, മറിച്ച് സുഖപ്പെടുത്തുന്ന, ക്ഷമിക്കുന്ന, മാനസാന്തരപ്പെടുത്തുന്ന, പുനഃസ്ഥാപിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു കൃപയാണ്. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 40-42 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അവൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു. അത് സ്നേഹം കൊണ്ട് മാത്രമല്ല, കാരുണ്യവുമുണ്ട്. ആ ഒരു സ്പർശനത്തിൽ ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കുമ്പോൾ അത് സ്നേഹം കൊണ്ട് സ്പർശിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കാരുണ്യം കൊണ്ടാണ് അവൻ ആ കുഷ്ഠരോഗിയെ സ്പർശിക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ ആ കാരുണ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യം. ഈശോയെ നിഷേധിച്ച് 3 തവണ നിഷേധിച്ചു പറയുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട്. ആ നിഷേധത്തിന് ശേഷം ഈശോ അവനെ ഒന്ന് നോക്കുകയാണ്. ആ നോട്ടമെന്ന് പറയുന്നത് ഒരു ശിക്ഷാവിധിയുടെ നോട്ടമല്ല, മറിച്ച് കരുണ നിറഞ്ഞൊരു സ്നേഹപൂർവ്വമായൊരു നോട്ടമാണ്. എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ആ സ്നേഹവും കാരുണ്യവും തമ്മിൽ ഒരുപോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സ്നേഹവും കാരുണ്യവും ദൈവത്തിൻ്റെ 2 വ്യത്യസ്തമായ പ്രവർത്തികളല്ല, അവ രണ്ടും ഒരേ ഹൃദയമിടിപ്പാണ്. ഒരേ ഹൃദയത്തിന് അറകളുള്ളതുപോലെ ഒരു ഹൃദയത്തിൻ്റെ തന്നെ ദൈവികമായ ഹൃദയത്തിൻ്റെ 2 ഭാവങ്ങളാണ് സ്നേഹവും കരുണയും. സ്നേഹം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ അന്വേഷിക്കുന്നു, കരുണ തൻ്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളുണ്ടാവേണ്ട 2 പുണ്യമാണ് സ്നേഹവും കരുണയും ഒരുപോലെ പോകേണ്ടതാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോയുടെ സ്നേഹത്തിൻ്റെ 2 വശങ്ങളാണ് സ്നേഹവും കരുണയും. സ്നേഹമെന്ന് പറയുന്നത് അന്വേഷിച്ചു പോകുന്ന സ്നേഹമാണ്. കരുണയെന്ന് പറയുന്നത് രക്ഷിക്കുന്ന സ്നേഹമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചത് ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ചാണ്. അവൻ നമ്മെ തേടി വന്നു, അന്വേഷിച്ചു വന്നു. അതവൻ്റെ സ്നേഹമാണ്. നമ്മളെ രക്ഷിച്ചു. തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ അവൻ രക്ഷിച്ചു. അതവിടുത്തെ കരുണയാണ്. ഇന്നലെ നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിച്ചു. ആ കാരുണ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. അല്ലെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ്. അത് അനുഭവിച്ച് സ്വന്തമാക്കേണ്ട ഒരു നന്മയാണ്, അല്ലെങ്കിൽ കൃപയാണ്. കുരിശിലാണ് ഈ ഐക്യം നമ്മൾ വളരെ വ്യക്തമായി കാണുന്നത്. യോഹന്നാൻ 13:1 ഈശോ നമ്മെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് നാം കാണുന്നു. ലൂക്കാ സുവിശേഷം 23:34 കാണുന്നു. ഈശോ തൻ്റെ കരുണ ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ ജീവൻ അവൻ നൽകി, തൻ്റെ ജീവനെ തന്നെ അവൻ നൽകി. യോഹന്നാൻ 13:1 ലൂക്ക 23:34 ഒരുമിച്ച് നാം വായിക്കേണ്ടതാണ്, ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈശോ അവസാനം വരെ നമ്മെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ 13:1 പറയുമ്പോൾ ലൂക്ക 23:34 നമ്മൾ പറയുന്നു, അവൻ തൻ്റെ കരുണ ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. 2 ഒരുപോലെ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം
ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇതാണ്, അവൻ്റെ പാർശ്വത്തിലേറ്റ മുറിവുകൾക്കുള്ളിൽ നമ്മളെ അവിടുന്ന് പൊതിഞ്ഞു സംരക്ഷിക്കും. അവൻ്റെ ഹൃദയം കുന്തം കൊണ്ട് തുളച്ചു കയറിയപ്പോൾ അവിടുന്ന് ഒഴുകിയ രക്തവും ജലവും അത് ജ്ഞാനസ്നാനത്തിൻ്റെയും ദിവ്യബലിയുടെയും അടയാളങ്ങളാണെന്ന് ആത്മീയപിതാക്കന്മാർ പഠിപ്പിക്കും. മാമോദീസായുടെയും പരിശുദ്ധ കുർബാനയുടെയും അടയാളങ്ങളാണ്. അത് കരുണയുടെ അടയാളങ്ങളാണ്, സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് വിശ്വാസി എന്ന നിലയിൽ ഈ സത്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അവൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അവൻ്റെ കരുണ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിൽ ആഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രണ്ട് സത്യവും നമ്മൾ അറിയണം. ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അവൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നാം അവൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുകയാണ്. വളരെ വലിയ രഹസ്യങ്ങളാണ് ഈശോ ഈ സ്നേഹവും കാരുണ്യവും വെച്ച് നമ്മളെ പഠിപ്പിക്കുക. അനുഭവിച്ചറിയേണ്ട രഹസ്യങ്ങളാണ്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, കരുണയുള്ള ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുണ മറ്റുള്ളവർ കാണിക്കാൻ, അതായത് ക്ഷമിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. കരുണ കാണിക്കാൻ അവിടെ നമ്മെ സ്നേഹിച്ചു, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അവർ നമ്മളോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും അവൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹം അവൻ്റെ കരുണയാണ്, അവൻ്റെ കാരുണ്യം അവൻ്റെ സ്നേഹമാണ്. ഒന്നിനെ അറിയുക എന്നത് മറ്റൊന്നിനെ അറിയുക എന്നത് തന്നെയാണ്. ഈ കാരുണ്യവും സ്നേഹവും കൂടിയാണ്, രണ്ടും കൂടി ഒരുമിച്ച് കൂടിയാണ് സൗഖ്യം നൽകുന്നത്. അതാണ് നമുക്ക് കുഷ്ഠരോഗി നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ അനുഗ്രഹം, സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ രണ്ടും ഒരുപോലെ നമ്മൾ സ്വീകരിക്കണം. ഈശോയുടെ സ്നേഹത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ കാരുണ്യം കൂടി നമ്മൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ സ്നേഹവും കാരുണ്യവും ഒരുപോലെ എൻ്റെ ഹൃദയത്തിൽ നീ നൽകണമേ എന്ന്. തമ്പുരാൻ്റെ വലിയ കൃപകൾ സ്വീകരിക്കുന്ന സുദിനങ്ങളായിട്ട് മാറട്ടെ എന്ന്. തമ്പുരാൻ്റെ കാരുണ്യം നമ്മളെ രക്ഷിക്കുകയും തമ്പുരാൻ്റെ സ്നേഹം അവിടെ നമ്മളെ അന്വേഷിച്ച് വരികയും ചെയ്യുകയാണ്. നമുക്കതുപോലെ തന്നെയായിരിക്കണം. സ്നേഹിക്കുന്നവരെ നമ്മൾ അന്വേഷിച്ച് പോകുമല്ലോ, അതുപോലെ തന്നെ രക്ഷിക്കേണ്ടവരെ നമ്മുടെ കാരുണ്യത്താൽ നമ്മുടെ ജീവിത പങ്കാളിയാവാം, മക്കളാവാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാവാം, ഇന്നേ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളാവാം. തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ഈ പ്രഭാതത്തിൽ കാരുണ്യവാനായ ഈശോയെ, നിൻ്റെ സ്നേഹവും കാരുണ്യവും ഒരുപോലെ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുവാനും മറ്റുള്ളവർ കൊടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.